Okay, new steering wheel. Spalber on the driving seat. പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. കൈ മാറ്റി കാർക്കോ 26 മോഡൽ ഇറങ്ങുമ്പോൾ പറഞ്ഞു കിട്ടാം. സ്കെയിൽ സെറ്റാക്കാം. ഏത് ആൻഡ്രോയിഡാ? ഇതിന് വേറെ മോഡൽ വരുന്നുണ്ടോ? അല്ല, ഇവരിങ്ങനെ ഓരോന്നിനും മാറി മാറി വരും. ഇപ്പൊ വണ്ടി സ്മൂത്തായി, സൈലന്റ് ആയി. 80 ഒരു സ്പീഡല്ല, ഭയങ്കര ഈസിയായിട്ട് 80ലേക്ക് എത്തണം. ശരിക്കും നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. മതി. ഇതിന്റെ ഫീല് ഗ്രിപ്പ് അടിപൊളിയാണ് കേട്ടോ. സ്റ്റീറിംഗ് ഉണ്ണിയുടെ ഒന്ന് സ്റ്റഡി ആക്കാണ്ട് ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് നിൽക്കണം. അത് നമുക്ക് അലൈൻമെന്റിൽ ചെയ്യാൻ പറ്റില്ലേ? അലൈൻമെന്റിൽ ചെയ്താൽ മതി. നമുക്ക് അതില് ഒരു മില്ലിങ് അപ്പുറത്തേക്ക് മറിച്ചിട്ട് നോക്കി, അപ്പൊ കൂടുതലായി അത്. അങ്ങനെ സ്കോഡാമ്പിയില് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും ആൻഡ്രോയിഡും എല്ലാം സെറ്റായി. ഇനി ഡയറക്റ്റ് വ്ളോഗാ, ഒന്നും നോക്കണില്ല. ഞങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ണിയേട്ടൻ ഇവിടെ ഉണ്ട്. ഉണ്ണിയേട്ടൻ ഇപ്രാവശ്യം എന്തൊക്കെ പണികൾ ചെയ്തേക്കണ വണ്ടിയിൽ? ഇപ്രാവശ്യം ഹൗസിംഗ് മാറ്റി. ഓക്കെ, നിസ്സാരം. ക്ലച്ച് മാറ്റി, സ്റ്റിയറിംഗ് മാറ്റി, അടിപൊളി. എൻജിൻ മൗണ്ടിങ് മാറ്റി. അതുകൊണ്ട് കിട്ടിയേക്കണ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ രാജേട്ടാ? മാറ്റങ്ങളൊന്ന് പറയും. വണ്ടി മൊത്തം സ്മൂത്ത് ആയിട്ട്, സൈലന്റ് ആയി, ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ട്. സൈലന്റ് ആയതല്ലോ. ഓക്കെ, ഹൗസിംഗ് മാറ്റിയോടെ ഒന്നുകൂടി ഫ്രീ ആയിട്ട്. പഴയ വലിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പിന്നിൽ 2 വണ്ടി കൂടെ നമുക്ക് ബുക്ക് ചെയ്ത് പോവാം. അമ്മാതിരി വലിയാണ്. ഞങ്ങള് ഒരു അട്ടപ്പാടി ട്രിപ്പ് പോയിട്ട്, എന്റെ വണ്ടി ഇസൂസു ആണ്. അത് ഫുൾ ഫസ്റ്റ് ഇയറിലാണ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷെ ഈ വണ്ടി അട്ടപ്പാടിയിൽ അത്രയും വലിയ കയറ്റങ്ങളും ഇത് വന്നിട്ട് മാക്സിമം സെക്കൻഡ് വരെയിട്ടുണ്ടല്ലോ അല്ലേ? സെക്കൻഡിൽ എല്ലാ കയറ്റം കയറിയിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് ഗിയറിൽ കഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ഈ വണ്ടി 3rd 4th പോയിക്കൊണ്ടിരുന്നത്. അമ്മാതിരി വലിയാണ് ഈ വണ്ടിക്ക്. അത് വലി കൂടുതലാന്ന് പറഞ്ഞാൽ അത് റെഡ്യൂസ് ചെയ്യാനും കുറച്ചുകൂടെ ഒരു ടോപ്പ് സ്പീഡ് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോ പുതിയ ഹൗസിംഗ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും കുറച്ച് നാളിനുള്ളിൽ ഇതിന്റെ ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി വീണ്ടും ഒരു ഹൗസിംഗ്, അതെ, വീണ്ടും ഒരു അടുത്തൊരു റേഷ്യോയിലേക്ക് ഡിഫറൻഷ്യൽ മാറണോ എന്താണ് വേണ്ടതെന്നുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 36 പതിനൊന്നിലേക്ക് ചിലപ്പോൾ ഞങ്ങൾ മാറ്റും. ഞങ്ങൾ R&D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നിലും തുടങ്ങിയ പരിപാടിയല്ല. 40 പതിനൊന്നാണ്, ഇനി 36 പതിനൊന്നിലേക്ക്. അതെ, ഇതില് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ജോയിൻ ചെയ്തിട്ടുള്ള 2 ആൾക്കാർ ഞാനും അഖിൽ ചേട്ടനും മാത്രമാണ്. രാധാകൃഷ്ണ ചേട്ടൻ ഇതിപ്പോ എന്ന് സ്റ്റാർട്ട് ചെയ്ത വർഷം തുടങ്ങിയത് ഏത് വർഷത്തിലാ? ഇത് 2015 ഈ എൻജിൻ കയറ്റണത്. 15 തുടങ്ങിയുള്ള പണിയാണ്. 16 സക്സസ് ആയത്. നമ്മൾ വണ്ടി റൺ ചെയ്തത്. ഓക്കെ, പിന്നെ ഉണ്ണിയേട്ടനെ കുറിച്ച് പറയണ്ട. ഉണ്ണിയേട്ടൻ ശേഷമാണ് ഉണ്ണിയേട്ടനായിട്ട്. അതെ, ഉണ്ണിയേട്ടൻ വർഷങ്ങളായിട്ട് ഒരുപാട് R&D ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ടല്ലേ ഉണ്ണിയേട്ടൻ ഫുൾ അംബാസഡറിൽ കോൺസെൻട്രേറ്റ് ചെയ്യണത്. ഉണ്ണിയേട്ടൻ എല്ലാ വണ്ടികളും വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ വണ്ടി 2 മാസം മുമ്പ് പണി തീരണ്ട, പക്ഷെ ഉണ്ണിയേട്ടനോട് തൃപ്തിയായിട്ടില്ല. അതെ, അവിടെ ഒരു വൈബ്രേഷൻ, ഇവിടെ ഒരു വൈബ്രേഷൻ, അവിടെ ഒരു ശരിയായിട്ടില്ല. അന്ന് ഉണ്ണിയേട്ടൻ തീർത്തിട്ട് തന്നാന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവിന് ഞങ്ങൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വണ്ടി പെർഫെക്റ്റ് ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്, വൈബ്രേഷൻ കുറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ ഉണ്ണിയേട്ടൻ അതിലൊരു നോയ്സ് കണ്ടുപിടിച്ചു. അത് നമ്മൾ ഇതുവരെ ഈ വണ്ടിയിൽ ചിന്തിക്കാത്തൊരു കാര്യം. അതെ, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല സൈലൻസിന് മഫ്ലർ മാറ്റണം എന്നുള്ളത്. അത് ഞങ്ങൾ എല്ലാവരും തർക്കിച്ചു. പക്ഷെ ഉണ്ണിയേട്ടൻ മാറ്റി കഴിഞ്ഞപ്പോഴാണ്
അതറിയണത്. അതിന്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവണത്. നമ്മള് അത്രയും കാലം നമ്മുടെ R&D ഡിപ്പാർട്ട്മെന്റിൽ ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു ഇതിന്റെ എക്സോസ്റ്റ് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അത് ഞങ്ങളുടെ ആരുടെയും ചിന്തയിൽ പോയില്ല. പക്ഷെ അത് ഉണ്ണിയേട്ടന്റെ മൈൻഡിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ ഇത് രാധാകൃഷ്ണനോട് പോലും ചോദിക്കാതെ പുള്ളി തന്നെ എഫേർട്ട് എടുത്ത് പുള്ളി ഇതിനെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ചാമ്പറൊക്കെ എടുത്ത് പുള്ളി തന്നെ ഇത് മാറ്റിയിട്ടു. അന്ന് ഈവനിങ് എനിക്കൊരു കോൾ വരെയാണ്, അരുണേ എവിടെ ഉണ്ടെന്ന് ചോദിച്ചിട്ട്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് ചെയ്തത് എന്തോ സക്സസ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് ഉണ്ണിയേട്ടൻ പറഞ്ഞു നീ ഫ്രീ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ണിയേട്ടൻ ഞാൻ ഫ്രീ ആണ്. അന്നാ പെട്ടെന്ന് ഇങ്ങനെ പോരെ, നമുക്കൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും വൈഫും കൂടെ വന്നു. ഉണ്ണിയേട്ടൻ പറഞ്ഞു ആ വണ്ടി എടുക്കുന്നു പറഞ്ഞു. വണ്ടി ഫസ്റ്റ് അവിടെ നിന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ത്രോട്ടിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചാണ് സംഭവിച്ചേക്കുന്നത്. അമ്മാതിരി ത്രോട്ടിൽ റെസ്പോൺസ് ആയി വണ്ടിക്ക്. ആ എക്സോസിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റം നമ്മളൊന്നും കൺസിഡർ ചെയ്തില്ല. അത് ആ സൗണ്ട് മൈൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, പോട്ടെ എന്ന് പറഞ്ഞ കാര്യമാണ്. വേറെ ഒരു മെക്കാനിക്ക് ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഉണ്ണിയേട്ടൻ ആ സംഭവം ചെയ്ത് അത് സക്സസ് ആയി. അതെ, സൈലൻസ് പ്ലസ് പെർഫോമൻസ്. ഒരു ബാക്ക് സീറ്റിലിരിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ, അപ്പോൾ നമുക്ക് അതിന് അത്ര ഫീൽ ചെയ്തില്ല. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു അത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് എവിടെയോ എന്തോ ഒരു ചെറിയൊരു എക്സെൻട്രിക്, അതെ ഒരു അലൈൻമെന്റ് ഇഷ്യൂ, ഒരു ഷേപ്പ് ഔട്ട് ഉണ്ടായിരുന്നു. മൊത്തം അയച്ചുകൊണ്ടായി ലൈത്തി കൊടുത്തു. അത് ക്ലിയർ ചെയ്തതോടുകൂടി ആ പ്രശ്നം സ്മൂത്തായി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നിലവിലുള്ള കാര്യങ്ങൾ. ഇനി ഡീറ്റെയിൽ ഒരു വീഡിയോ ഞങ്ങളുടെ അടുത്തൊരു മേട്ടുപ്പാളയം ട്രിപ്പിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് R&D ഫേസിൽ തന്നെയാണ്. ഇത് എങ്ങനെയുണ്ടെന്ന് ഹൈവേ ഹിറ്റ് ചെയ്ത് റൺ ചെയ്തിട്ട് നോക്കിയിട്ട് വേണം പറയാൻ. അപ്പോൾ ഓക്കെ, ക്ലാസിക് കാർ ക്ലബിന് വേണ്ടി സൈനിങ് ഓഫ് സ്പൾബർ. ഇതിങ്ങനെ കിടന്നൊരെണ്ണക്ക് ഇങ്ങനെ ചെരിയാ വേണ്ടത്. അങ്ങനെ നോക്കട്ടെ. ഇതിൽ കുറച്ച് അട്രാക്ഷൻസ് എന്ന് പറയാനായിട്ട് പവേർഡ് ഡ്രൈവിംഗ് സീറ്റാണ്. അതേപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. പിന്നെ മെക്കാനിക്കൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴിയെ പറയാം. ടോട്ടലി 3 ഇലക്ട്രിക് ഫാനാണ് ഈ വണ്ടിക്കുള്ളത്. ഒരെണ്ണം കണ്ടൻസറിന്, പിന്നെ 2 റേഡിയേറ്ററിന്. സ്കോഡയുടെ എൻജിൻ, മെർസഡസിൻ്റെ 6 സ്പീഡ് ഗിയർ ബോക്സ്, അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ്. പിന്നെ കിയയുടെ അലോയ്സാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ സ്റ്റിൽ ഫൈനൽ കുറച്ച് മിനുക്ക് പണികളിലാണ്. പുള്ളി അതിൽ ബിസിയാണ്. ഇതാണ് നമ്മുടെ 6 സ്പീഡ് സെലക്ടർ. ഇതിൻ്റെ സ്പീഡോമീറ്റർ GPS സ്പീഡോമീറ്ററാണ്.
റിവേഴ്സ് ലൈറ്റ് ഒരെണ്ണം കത്തണല്ലോ കേട്ടോ. ഒന്ന് ത്രോട്ട് കൊടുത്തൊന്ന് റബ് ചെയ്തേ. റബ് ചെയ്തേ. ടർബോസ്ലി ഇങ്ങോട്ട് വെച്ചാൽ കണ്ടില്ലല്ലേ. ഈ അംബാസഡറിൻ്റെ പെയിൻറ്റ് സ്പെഷ്യലാണ്. ബ്ലാക്ക് അഗേഹ മൈക്ക മെറ്റാലിക് എന്നാണ് പറയുന്നത്. ബ്ലാക്കിഷ് അഗേഹ ഫ്ലേക്ക് എന്നും പറയുന്നു. എന്തായാലും ഒരു വെറൈറ്റി പെയിൻ്റാണ്. ഇതാണ് ഞാൻ പൊട്ടിയെന്ന് പറയുന്നത്. ബൈ ദുബായ് കയറിയോ? ഓക്കെ ബൈ. ഇതാണ് എൻ്റെ അംബാസഡർ ക്ലാസിക് കൺവെർട്ടഡ് ടു മാർക്ക് 4. ഒറിജിനലി ഇത് 1998 മോഡൽ അംബാസഡർ ക്ലാസിക് ആണ്. കമ്പനി വരുന്നത് ഇസൂസിൻ്റെ 2000cc എൻജിൻ ആൻഡ് 5 സ്പീഡ് ഗിയർ ബോക്സ്. ബില്ല് വേണം അതിൻ്റെ. ഇങ്ങനത്തെ ബില്ല് അടിച്ച പോലെ. വണ്ടിയുടെ കൺവേർഷൻ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതൊന്ന് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി പോസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. ഓരോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉടനെ ഞാനിതിൻ്റെ കംപ്ലീറ്റ് കൺവേർഷൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ച് ഡീസൽ അടിക്കാനായിരുന്നു. ഡീസൽ അടിച്ചു. അതിൻ്റെ കൂടെ 15W40 എൻ്റെ എഞ്ചിൻ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നോസിൽസ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തായിരുന്നു. പഴയ മോഡലിൽ നിന്ന് മാറ്റി പുതിയ ടൈപ്പ് ആക്കിയായിരുന്നു. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ ഒറിജിനൽ സ്പെക്കിലുള്ള എഞ്ചിൻ ഓയിൽ തന്നെ കുറച്ച് നാളൊന്ന് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അല്ലാതെ ഒരു 2000-2500 രൂപയ്ക്കൊക്കെ ഡീസൽ അടിക്കുമ്പോൾ 2T ഓയിൽ മിക്സ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം പമ്പ് വർക്ക് ചെയ്ത ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിൻ ഓയിൽ കുറച്ചാണൊന്ന് യൂസ് ചെയ്യണം നല്ലതാണ്, പുതിയ നോസിലൊന്ന് സെറ്റാണോ വരെ അത് യൂസ് ചെയ്യണം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ എഞ്ചിൻ ഓയിൽ കുറച്ച് ഒഴിച്ച് ഇന്ന് ഇപ്പോൾ അധികം ഡീസൽ അടിച്ചിട്ടില്ല, ഓൾറെഡി ഡീസൽ ഉണ്ട്. എന്നാലും ഒരു കട്ടാങ്ങൊക്കെ നമ്മളെപ്പോഴും ഡീസൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് 1000 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബാക്ക് ടു അവർ Classic converted to Mark 4.
വാച്ചിങ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.